എല്ലാവർക്കും നല്ല നമസ്കാരം. ചാലക്കുടി നഗരസഭയുടെ ഈ അങ്കണം കുറച്ച് നാളുകളായിട്ട് പ്രതിഷേധങ്ങൾക്കധികം സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും വളരെ ശക്തമായിട്ടൊരു പ്രതിഷേധത്തിന് നഗരസഭാ അങ്കണവും അതുപോലെ തന്നെ ചെയർമാൻ്റെ ചേംബറിന് മുന്നിലും വലിയ ശക്തമായ പ്രതിഷേധങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. LDF ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഫയർ ആൻഡ് സേഫ്റ്റി സജ്ജീകരണങ്ങളുടെ കളവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി പോലും കൊടുക്കാൻ തയ്യാറാകാതെ ഇതുവരെ ഈ മോഷ്ടാക്കളെ സംരക്ഷിച്ച ചെയർമാനെതിരെ വളരെ ശക്തമായിട്ടൊരു പ്രതിഷേധമാണ് LDF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ നഗരസഭാ ഓഫീസിൻ്റെ കവാടത്തിൽ നടത്തുമ്പോൾ ചെയർമാൻ്റെ ഓഫീസിൻ്റെ തൊട്ട് മുന്നിലായിട്ട് പ്രതിപക്ഷ കൗൺസിലേഴ്സ് LDFൻ്റെ കൗൺസിലേഴ്സ് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. അങ്ങനെ ഈ ഇൻഡോർ സ്റ്റേഡിയത്തിലെ കളവ് ഒരു വലിയ പ്രതിഷേധവും പ്രക്ഷോഭവുമായിട്ട് മാറ്റാനായിട്ടുള്ള ഒരു ഇടപെടലാണ് LDFൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് സംവിധാനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഒരു പരാതി കൊടുക്കാൻ പോലും മുനിസിപ്പൽ കൗൺസിലോ ചെയർമാൻ തയ്യാറാവുന്നില്ല, സെക്രട്ടറി അടക്കം. ഇങ്ങനെ വലിയ ഒരു കളവ് നടന്നപ്പോൾ അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ആ റിപ്പോർട്ട് കൊടുക്കുന്നതിന് പകരം മൂടി വയ്ക്കുന്നൊരു സമീപനമാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ സ്റ്റേഡിയത്തിലെ താക്കോൽ മുഴുവൻ മുനിസിപ്പൽ ചെയർമാൻ്റെയും സെക്രട്ടറി ഓഫീസിലാണ് മുറിക്കേണ്ടത്. ഈ സ്റ്റേഡിയം ആണെങ്കിൽ എങ്ങനെ കുത്തി തുറക്കുകയോ അല്ലെങ്കിൽ കൂട്ട് തല്ലിപിടിക്കുകയൊന്നും ഉണ്ടായിട്ടുമില്ല. സ്വാഭാവികമായിട്ടും ഈ കളവിൻ്റെ ഒരു കൂട്ട് ഈ മുനിസിപ്പാലിറ്റിയുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രവർത്തകന്മാരെയും LDFൻ്റെ മുനിസിപ്പൽ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം പറയുകയാണ്. ഇപ്പോൾ ഇവിടെ CPMൻ്റെ ഏരിയ സെക്രട്ടറി K. ശശോകനുണ്ട്. സാമഗ്രികൾ ലക്ഷക്കണക്കിന് രൂപ ലഭിക്കുന്ന സാമഗ്രി സാധനങ്ങളാണ് കളവ് പോയത്. ഇന്ന് വരെ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ ഇത്തരത്തിലൊരു കളവ് പോലും ഈ മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ നടന്നിട്ടില്ല. അതിന് കൂട്ടി നിൽക്കണം ഈ UDFൻ്റെ കൗൺസിലർമാർ. ഏകദേശം 20 ദിവസം മുമ്പ് നടന്ന ഒരു മോഷണം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം 10 കോടി രൂപ മുടക്കി LDF ഭരണസമിതി കാലത്ത് നിർമ്മാണം പൂർത്തീകരിച്ച ഇൻഡോർ സ്റ്റേഡിയം തുറന്നു കൊടുക്കാതെ കിടക്കുകയായിരുന്നു. അതിനകത്ത് ഏകദേശം 20 ദിവസം മുമ്പ് ഒരു വലിയ മോഷണം നടന്നിരിക്കുന്നു. അതിനകത്തെ അഗ്നിശമന സംവിധാനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള കോപ്പർ വലിയ തോതിൽ മോഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിങ് നടത്തിയ പരിശോധനയിൽ ഏകദേശം 10 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് പ്രാഥമികമായി നമുക്ക് ലഭിച്ചത്. ഈ സംഭവത്തെ സംബന്ധിച്ച് ശരിയായ രീതിയിലൊരു പരാതി കൊടുക്കുന്നതിനോ പോലീസ് നടപടി സ്വീകരിപ്പിക്കുന്നതിനോ യാതൊരുവിധ ഇടപെടലും മുനിസിപ്പൽ കൗൺസിലിൻ്റെ ഭാഗത്തുനിന്നോ മുനിസിപ്പൽ ചെയർമാൻ്റെ ഭാഗത്തുനിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഓർക്കുക, 20 ദിവസം മുമ്പ് എന്ന് ഞാൻ പറയുന്നത് നേരത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ കോമ്പൗണ്ടിൽ ഒരു അഗ്നിബാധയുണ്ടായി. ആ സമയത്താണ് അഗ്നിശമനത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനുള്ള സംവിധാനം ഇൻഡോർ സ്റ്റേഡിയവുമായി അനുബന്ധമായ സംവിധാനങ്ങൾ നിലവിലുള്ളതാണ്. ആ സംവിധാനത്തെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിച്ചത്. ആ സമയത്താണ് എല്ലാ ടാപ്പുകളുടെയും ബ്രോൺസ് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു, മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരം പൊതുജനം അറിയുന്നത്, ഭരണസമിതി അറിയുന്നത്. ആ സമയത്ത് തന്നെ ഒരു പരാതി കൊടുത്ത് അക്കാര്യങ്ങൾ പരിശോധിക്കാനും നടപടി സ്വീകരിക്കാനും ശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മോഷണം തടയാമായിരുന്നു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പൊതുമുതലിന്, മുനിസിപ്പൽ സംവിധാനത്തിൻ്റെ പൊതുസ്വത്തിന് എന്ത് സംരക്ഷണമാണ് ഈ ഭരണസമിതിക്ക് നൽകാൻ കഴിയുക? തീർച്ചയായും ഇതൊരു ബഹുജന പ്രക്ഷോഭമായി ഞങ്ങൾ വളർത്തിയെടുക്കും. ഈ അഴിമതി കണ്ടില്ലെന്ന് നടിക്കാൻ LDFനാകില്ല. LDF നിർവഹിക്കും ഈ സമരം ഔപചാരികമായി ധർണാസമരം ഔപചാരികമായി LDFന് വേണ്ടി ഉദ്ഘാടനം ചെയ്തതായി. എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടി നഗരസഭാ അങ്കണത്തിൽ പതിവിലും കവിഞ്ഞ ഒരു പ്രതിഷേധത്തിന് ഇപ്പോൾ വഴിയൊരുങ്ങിയിരിക്കുകയാണ്. ചെയർമാൻ്റെ ചേംബറിൻ്റെ പുറത്ത് LDFൻ്റെ കൗൺസിലേഴ്സ് വലിയ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഫയർ ആൻഡ് സേഫ്റ്റി സജ്ജീകരണ കളവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി പോലും കൊടുക്കാൻ തയ്യാറാവാത്ത ചെയർമാൻ ഇതിൻ്റെ മോഷ്ടാക്കളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആരാണ് കള്ളൻ, ആരാ കള്ളൻ കപ്പലിൽ തന്നെ, കള്ളന്മാരാണോ ഇവിടെ ഇരിക്കുന്നത് എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധമാണ് LDF ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കപ്പലിലാണോ കള്ളൻ,
കണ്ടെത്തൂ അന്വേഷിക്കൂ കണ്ടെത്തൂ അന്വേഷിക്കൂ കണ്ടെത്തൂ അന്വേഷിക്കൂ കണ്ടെത്തൂ ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് LDF കൗൺസിലേഴ്സ് സിന്ദാബാദ് LDF കൗൺസിലേഴ്സ് സിന്ദാബാദ്. ഈ പൈപ്പിന്റെ ഒരു MCB കത്തിയപ്പോൾ അതിൽ ഉപയോഗിക്കേണ്ട ഫയർ ആൻഡ് സേഫ്റ്റി ഉപകരണങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഹൈഡ്രന്റ് പോലുള്ള സാധനങ്ങൾ ഇത് എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. ഹൈഡ്രന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ്. ഒരു തീപിടുത്തുണ്ടായാൽ ഉടൻ തന്നെ പൈപ്പുകളെ കണക്ട് ചെയ്യേണ്ട ഹൈഡ്രന്റ് പ്ലാസ്റ്റിക്കാണ്, നല്ല വില പിടിപ്പുള്ളതാണ്. ഒരെണ്ണത്തിന് 10,000 പേർക്ക് ഒരു പീസിന് വരെ വരും. അത് എടുത്തുകൊണ്ട് പോയി അത് എന്തിനാണ് ഉപയോഗിക്കുന്ന അറിയുന്ന ആൾക്കാരെല്ലാം ഉണ്ടെങ്കിലല്ലേ അത് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അതിന് പോലും കഴിയില്ലാത്ത ആൾക്കാരെയാണ് അവിടെ ഈ കാവൽക്കാരായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാവൽക്കാരെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതല്ല ഇതിലപ്പുറം ഇവിടെ സംഭവിക്കും. കാരണം കാവൽക്കാർ കള്ളന്മാരാകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ചെയർമാന് ഇത് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ ചെയർമാൻ പറയണം, എനിക്ക് നോക്കാൻ കഴിയില്ല, ഞാനിതാ ഇവിടുന്ന് ഒഴിഞ്ഞ് ഇറങ്ങി പോകുന്നു. അങ്ങനെ പറയാനുള്ളൊരു ആർജവം ചെയർമാൻ കാണിക്കണമെന്നൊരു ദിവസം പറയാം. കപ്പലിലാണോ കള്ളൻ? അന്വേഷിക്കൂ 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 ചെയർമാനെ. എന്തിനാ ഭയപ്പെടണേ? എന്തിനാ ഭയപ്പെടണേ? ആരെയാ ഭയപ്പെടണേ? ആരെയാണ് ഭയപ്പെടുന്നത്? അന്വേഷിക്കൂ ചെയർമാനെ. അന്വേഷിക്കൂ ചെയർമാനെ. ആരാ കള്ളൻ? ആരാ കള്ളൻ? കപ്പലിലാണോ കള്ളൻ? ഇൻക്വിലാബ് സിന്ദാബാദ്. ഇൻക്വിലാബ് സിന്ദാബാദ്. ഇൻക്വിലാബ് സിന്ദാബാദ്. ഇൻക്വിലാബ് സിന്ദാബാദ്. പ്രതിപക്ഷ കൗൺസിലർ സിന്ദാബാദ്. പ്രതിപക്ഷ കൗൺസിലർ സിന്ദാബാദ്. പ്രതിപക്ഷ കൗൺസിലർ സിന്ദാബാദ്. പ്രതിപക്ഷ കൗൺസിലർ സിന്ദാബാദ്. ഇൻക്വിലാബ് സിന്ദാബാദ്. ഇൻക്വിലാബ് സിന്ദാബാദ്. ഇൻക്വിലാബ് സിന്ദാബാദ്. ഇൻക്വിലാബ് സിന്ദാബാദ്. ചെയർമാൻ നീതി പാലിക്കുക. ചെയർമാൻ നീതി പാലിക്കുക. ചെയർമാൻ നീതി പാലിക്കുക. ചെയർമാൻ നീതി പാലിക്കുക. ഇൻഡോർ സ്റ്റേഡിയത്തിലെ മോഷണം അന്വേഷിക്കുക. ഇൻഡോർ സ്റ്റേഡിയത്തിലെ മോഷണം അന്വേഷിക്കുക. ഇൻഡോർ സ്റ്റേഡിയത്തിലെ മോഷണം അന്വേഷിക്കുക. ഇൻഡോർ സ്റ്റേഡിയത്തിലെ മോഷണം അന്വേഷിക്കുക. ഇൻക്വിലാബ് സിന്ദാബാദ്. ഇൻക്വിലാബ് സിന്ദാബാദ്. പ്രതിപക്ഷ കൗൺസിലർ സിന്ദാബാദ്. പ്രതിപക്ഷ കൗൺസിലർ സിന്ദാബാദ്. ചെയർമാൻ നീതി പാലിക്കുക. ചെയർമാൻ നീതി പാലിക്കുക. ചെയർമാൻ നീതി പാലിക്കുക. ചെയർമാൻ നീതി പാലിക്കുക. ഒന്നും ഇവിടെ തീരില്ല. എത്രയും വേഗം കേസ് കൊടുക്കാൻ തയ്യാറാവുകയും കള്ളനെ കണ്ടെത്താൻ അതിന്റെ അന്വേഷണ ദിവസം ഞാനായിരിക്കും കോളേജിൽ പോകുന്ന സമയത്ത് ഞാൻ വെള്ളം കുടിക്കും. അങ്ങനെ ഇത്ര ലാഭം അല്ല ഇത്ര നഷ്ടം ഞങ്ങൾക്കുണ്ടായി. ഇന്ന സാധനങ്ങൾ പോകും. അത് വാൽവ് എന്ന് പറഞ്ഞാൽ വാൽവ് നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മൾ കണ്ടിട്ടുള്ള വാൽവ് പറഞ്ഞിട്ടാണ്. ഇതിന്റെ വാൽവ് പറഞ്ഞാൽ വേറെ ആയിരിക്കും. ഫയർഫോഴ്സിൽ ഒരാൾ വിളിച്ചിട്ട് വന്നു. അല്ല അത് ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്യണം. ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് FIS അന്വേഷണം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പോയിന്റാണ് അപ്പോൾ അത് തന്നു കഴിഞ്ഞാൽ വലിയ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടക്കുന്നതിനിടയിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങളെ പറ്റി, ഇതിലെ ക്രമക്കേടുകളെ പറ്റി വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയെ കൊണ്ട് ഒരു അന്വേഷണം നടത്തേണ്ടതാണ് യഥാർത്ഥത്തിൽ ഉചിതമായി ചെയ്യേണ്ടത്. ഇതിൽ നടന്നിട്ടുള്ള ക്രമവിരുദ്ധമായ കാര്യങ്ങൾ, ഇത് ഒരു മോഷണം മാത്രമല്ലത്, ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നഗരസഭയുടെ കയ്യിൽ മാത്രമുള്ള ഈ റൂമിൻ്റെ ചാവി കയ്യിലിരിക്കുമ്പോൾ ഇതുപോലുള്ള കളവുകൾ അരങ്ങേറുന്നത്? അതുമാത്രമല്ല, ഇതിൽ ഇൻസ്പെക്ഷൻ നടത്തേണ്ട വളരെ കൃത്യമായ കാര്യങ്ങളുണ്ട്. അടുത്ത വർഷങ്ങളിലായിട്ട് തന്നെ ഈ ടെൻഡർ മുഖേനയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ടെൻഡർ സ്വീകരിക്കുന്ന കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇതിൽ ക്രമക്കേടുകൾ വന്നിട്ടുണ്ടോ? ലക്ഷക്കണക്കിന് രൂപ, 10 കോടിയിൽ പരം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫയർ ആൻഡ് സേഫ്റ്റി സജ്ജീകരണങ്ങൾക്കായിട്ട് 1 കോടിയിലടുത്ത് രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഇത്രമാത്രം പണം ചെലവഴിച്ച് കൂട്ടിയിട്ടുള്ള ഒരു സംവിധാനം ക്രമക്കേടിൻ്റെയും കെട്ടുകാര്യസ്ഥതയുടെയും വിളനിലമായിട്ട് മാറിയിരിക്കുകയാണ്. സ്പോർട്സുമായി ബന്ധപ്പെട്ട ഏത് ഉന്നതമായ പരിപാടികളാണ് അവിടെ നടക്കുന്നത്? കേവലം ഈ ആഘോഷങ്ങൾക്കും മറ്റ് പരിപാടികൾക്കൊക്കെ കൊടുത്ത് വെറും ഒരു ആഘോഷ പരിപാടി നടത്താനുള്ള ഒരു ഓഡിറ്റോറിയമാക്കി അതിനെ മാറ്റിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയെ കൊണ്ട് അന്വേഷണം നടത്തി ഇതിലെ ക്രമവിരുദ്ധമായ കാര്യങ്ങൾ കണ്ടെത്തണം. അതിനുവേണ്ടി നഗരസഭയും പ്രതിപക്ഷവും കൃത്യമായിട്ട് തന്നെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വലിയൊരു തട്ടിപ്പ് ഇതിൻ്റെ പിന്നിലുണ്ട്.